കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്നു കെ.എം. മാണി. ഏത് സാഹചര്യത്തിലും വിജയവഴിയിലൂടെ മാത്രം അദ്ദേഹം സഞ്ചരിച്ചു. അതുകൊണ്ട് തന്നെ മരണം വരെ അധികാര കസേരയിൽ തുടരാനും അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം മകൻ ജോസ് കെ മാണി വീഴ്ചയിൽ നിന്ന് വീഴ്ചയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ നില തുടർന്നാൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ജോസ് കെ മാണി അപ്രത്യക്ഷനായേക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധി അടുത്ത മാസം അവസാനിക്കുകയാണ്. തുടർ സ്ഥാനത്തേക്ക് ഇടതുമുന്നണി ജോസ് കെ മാണിയെ പരിഗണിച്ചില്ലെങ്കിൽ ഒരു മന്ത്രിയെയും ബാക്കി MLA-മാരെയും കൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഒതുങ്ങേണ്ടി വരും. പാർട്ടിക്ക് ആകെയുള്ള കോട്ടയം ലോക്സഭാ സീറ്റിൽ തോമസ് ചാഴിക്കാടനെ തന്നെയാണ് ഇക്കുറിയും ഇറക്കിയിരിക്കുന്നത്. എന്നാൽ എതിർ സ്ഥാനാർത്ഥിയായി UDF-ൽ നിന്ന് ഫ്രാൻസിസ് ജോർജും NDA-യിൽ നിന്ന് തുഷാർ വെള്ളാപ്പള്ളിയും എത്തിയതോടെ തോമസ് ചാഴിക്കാടൻ്റെ വിജയസാധ്യത തുലാസിലായി. പുറത്തുവന്ന സർവേകളിൽ അധികവും തോമസ് ചാഴിക്കാടന് തോൽവിയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തോമസ് ചാഴിക്കാടന് തോൽവിയാണ് സംഭവിക്കുന്നതെങ്കിൽ സംഗതി ആകെ കുഴയും. അത് രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിക്കാൻ ജോസ് കെ മാണിക്ക് തടസ്സമാകും. സീറ്റ് ലഭിക്കാതെ വന്നാൽ രാഷ്ട്രീയ വനവാസമായിരിക്കും ജോസ് കെ മാണിക്ക് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മന്ത്രി കൂടിയായ റോഷി അഗസ്റ്റിനിലേക്ക് പാർട്ടിയുടെ അധികാരം കേന്ദ്രീകരിക്കുകയും കെ.എം. മാണിയുടെ മകൻ എന്ന പദവിയിൽ മാത്രം ജോസ് കെ മാണിക്ക് തുടരേണ്ടി വരികയും ചെയ്യും. ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് വേണമെന്ന് ജോസ് കെ മാണി വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF വിട്ടപ്പോൾ രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നെന്നും അത് നൽകണമെന്നും ഇടതുമുന്നണിയിൽ ശക്തമായി വാദിക്കാനും കോട്ടയത്ത് ചേർന്ന പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. സീറ്റ് വേണമെന്ന നിലപാട് ഇടതുമുന്നണിയിൽ യോഗം ആവശ്യപ്പെടുമെങ്കിലും ഇക്കാര്യം പരസ്യമായി ഉന്നയിക്കില്ലെന്ന നിലപാടിലാണ് ജോസ് കെ മാണി വിഭാഗം. തുടർ ഭരണത്തിന് വഴിയൊരുക്കിയത് മാണി ഗ്രൂപ്പിൻ്റെ മുന്നണി മാറ്റമാണെന്നും അതിനാൽ രാജ്യസഭാ സീറ്റിന് അർഹതയുണ്ടെന്നുമാണ് ജോസ് കെ മാണിയുടെ വാദം. ഇടത് MP-മാരായ എളമരം കരീം, ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവരുടെ കാലാവധിയാണ് അവസാനിക്കുന്നത്. സഭയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 സീറ്റിൽ ഇടതുമുന്നണിക്കും 1 സീറ്റിൽ UDF-ന് വിജയിക്കാനാകും. രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് UDF-ലെ ധാരണ. അതേസമയം ഇടതുമുന്നണിയിൽ ജയിക്കാൻ സാധ്യതയുള്ള 2 സീറ്റിലൊന്നിൽ CPM മത്സരിക്കും. ജയസാധ്യതയുള്ള 2ാമത്തെ സീറ്റിൽ പതിവായി CPI ആണ് മത്സരിക്കുന്നത്. ഈ സീറ്റ് വിട്ടു നൽകില്ലെന്ന കർശന നിലപാടിലാണ് CPI.